ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ഫ്രൈ ആണ്. ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർത്തിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ. അതെങ്ങനെ ഉണ്ടാക്കും നോക്കാം. ആദ്യം ഒരു ബൗൾ വെച്ച് അതിൽ മസാലയ്ക്ക് ഉള്ള പൊടികളോട് ചേർക്കുക. അത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ 2 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു. അതിനുശേഷം കുറച്ച് ഗരം മസാല, പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ. പിന്നെ അതിനാവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. അതിന് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് ഒരു എഗ്ഗാണ്. ഒരു എഗ്ഗ്, ആ എഗ്ഗ് അതും പൊട്ടിച്ചിട്ട് നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് അത് മിക്സ് ചെയ്യാൻ വേണ്ടി തുള്ളി വെള്ളം അതും ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ തുള്ളി വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ, കുറച്ച് ഒഴിച്ചാൽ മതി. നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ചേർക്കാണ്ട്, അത് സോയ സോസാണ്. അതൊരു 1.5 സ്പൂൺ ഇടാതെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു എന്താ പറയുക ഫുഡ് കളർ, അത് ഓപ്ഷനലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമില്ല, ഇഷ്ടമായി ചേർത്താൽ മതി. അത് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ചിക്കനായിട്ട് ഇട്ട് കൊടുക്കാം. ഫുൾ ചിക്കൻ ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചിക്കനിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കണം. അപ്പോൾ അതിനുവേണ്ടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ഉൾഭാഗത്തൊക്കെ എത്തണം. അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ ലെഗ് പീസ് എന്ത് ചെയ്യുമെന്നറിയോ, ഇങ്ങനെ ലെഗ് ചിലപ്പോൾ നമുക്ക് ആവാത്ത പോലെ തോന്നും ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ. അപ്പോൾ അതിന് മേലെ ഇങ്ങനെ വരഞ്ഞുകൊണ്ട് കട്ട് ചെയ്ത് കൊടുക്കും. കത്തിരിക്ക വെച്ചിട്ടോ കത്തി വെച്ചിട്ടോ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാം. നമുക്ക് 1 മണിക്കൂറൊക്കെ ശേഷം മസാല നന്നായിട്ട് പിടിക്കട്ടെ. 1 മണിക്കൂർ അരമണിക്കൂറൊക്കെ വെക്കാം. ഇനി അതിന് ശേഷം ഒരു പാൻ ചൂടായതിന് ശേഷം ഓയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഐശ്വര്യമായിട്ട് ലെഗ് പീസ് വെച്ച് കൊടുക്കുക. പിന്നെ ഓരോരോ പീസ് വെച്ചിട്ട് ഫസ്റ്റ് ട്രിപ്പ് വെച്ച് കൊടുക്കുക. അതൊന്ന് 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കറിവേപ്പില, നല്ല കറിവേപ്പില എടുത്തിട്ട് അതിൻ്റെ മേലെ അങ്ങനെ വെതറി കൊടുക്കണം. ഞാൻ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോഴൊക്കെ കറിവേപ്പില നല്ല ഇടും കേട്ടോ. കറിയിലാണെങ്കിൽ കറിവേപ്പില നല്ല ഇടും. അപ്പോൾ അതിൻ്റെ ഒരു സൈഡായിട്ട് പിന്നെ നമുക്കത് മറിച്ചത്, പിന്നെ ഓരോന്നോരോന്നായിട്ട് അതെല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് അത് അങ്ങനെ ഫ്രൈ ആയി കിട്ടും കേട്ടോ. ഒരു സൈഡ് നമ്മൾ ഫുള്ളായിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ 2 മിനിറ്റിന് ശേഷം അത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിത് കുറേശ്ശെ ഓയിലിന് അങ്ങനെ എടുത്തിട്ട് മാറ്റിടാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അടുത്ത ട്രിപ്പ് ഇടണം. അടുത്ത ട്രിപ്പ് ഇതേപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ട് 1 മിനിറ്റ് കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പില പിന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ ഓരോ സൈഡാകുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. പിന്നെ അത് ഫ്രൈ ആകുമ്പോൾ അടുത്തടുത്ത് മാറ്റുക. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടത്. ഈ ചിക്കൻ ഫ്രൈ നല്ല ക്രിസ്പിയാണ്. ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ചിപ്സ് കഴിക്കുമ്പോൾ നമുക്ക് വെറുതെ എടുത്ത് കഴിക്കാം. അപ്പോൾ ഇതുപോലെ മസാല ഉണ്ടാക്കിയിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.